സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി സെക്ഷനിലേക്കാണ് ഞാനിപ്പോൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ദ്രവ്യത്തിന് 3 വകഭേദങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ് ആൻഡ് gaseous state. Of course, there is plasma is there, but in our consideration, we didn't think about plasma. Okay? Let's move to the topic. When we consider the case of solid state, you know that from the earlier studies, every one of you know that liquids and gases. ലിക്വിഡ്സിനെയും ഗ്യാസിനെയും നമ്മൾ എന്ത് പറഞ്ഞാണ് വിളിക്കുക? ലിക്വിഡ്സിനെയും ഗ്യാസിനെയും നമ്മൾ വിളിക്കുന്നത് എന്ത് പറഞ്ഞാണ്? ഫ്ലൂയിഡ്സ് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുക. ലിക്വിഡ്സിനെയും ഗ്യാസിനെയും എന്ത് പറഞ്ഞാൽ വിളിക്കുക? ഫ്ലൂയിഡ്സ്. ജസ്റ്റ് നോട്ട് ദാറ്റ് ടൈം. അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? അവയുടെ എബിലിറ്റി ടു ഫ്ലോ, അവയ്ക്ക് ഒഴുകാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവയെ ഫ്ലൂയിഡിറ്റി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദ ഫ്ലൂയിഡിറ്റി ഇൻ ബോത്ത് ദീസ് സ്റ്റേറ്റ്സ് ഈസ് മെയിൻലി ഡ്യൂ ടു ദ ഫാക്ട് ദാറ്റ് ദ മോളിക്യൂൾസ് ആർ ഫ്രീ ടു മൂവ് അബൌട്ട്. അതായത് അവിടെയുള്ള മോളിക്യൂളുകൾക്ക് സ്വതന്ത്രമായി അവിടെയുള്ള മോളിക്യൂളുകൾക്ക് എന്താണ്? സ്വതന്ത്രമായി മൂവ് ചെയ്യുവാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അവയെ നമ്മൾ എന്ത് വിളിക്കുക? അവിടെയുള്ള മോളിക്യൂളുകൾക്ക് സ്വതന്ത്രമായി മൂവ് ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് നമ്മൾ അവയെ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ദേ ആർ ഫ്രീ ടു ഫ്ലോ. ദാറ്റ്സ് വൈ വി കോൾ ദാറ്റ് തിങ്സ് ഓർ ദാറ്റ് സ്റ്റേറ്റ്സ് ആസ് ഫ്ലൂയിഡ്സ്. Okay? Let's move to the next concept. When we consider the case of what? When we consider the case of solids, we know that in the case of solids, what's the peculiarity of solids? We know that the position is fixed. That means we have fixed position and can only oscillate about their mean position. That is very important. That means when you consider the case of solids, the oscillation is the only possibility. That means oscillation around the mean position, oscillation around the mean position, oscillation around the mean position is the only possibility when you consider the case of solids. At the same time, when we consider the case of crystalline particles, we know that we can classify solids into different categories. Let's move to that. What are the different possible arrangements of particles result in several type of structures? When you look into this, you can see that what are the different characteristics of solid state? നമ്മൾ സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് മെയിനായിട്ടും സോളിഡ് സ്റ്റേറ്റിന് പ്രധാനമായിട്ടും 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. അപ്പോൾ പ്രസൻറ്റേഷനിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് താഴെ 4ാമത്തേൽ മെർജ് ചെയ്ത് കിടക്കുകയാണ്. ജസ്റ്റ് അതൊന്ന് ശ്രദ്ധിക്കുക. സോളിഡ് സ്റ്റേറ്റിന് പ്രധാനമായിട്ടും, അതായത് സോളിഡ്സിന് പ്രധാനമായിട്ടും 5 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. നമ്മൾ സോളിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, സോളിഡ്സിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാമത്തത് എന്താണ്? സോളിഡ്സിന് കൃത്യമായ ഒരു മാസ് ഉണ്ടാവും. സോളിഡ്സിന് കൃത്യമായ ഒരു മാസ് ഉണ്ടാവും, കൃത്യമായ ഒരു വോളിയം ഉണ്ടാവും, കൃത്യമായ ഒരു ഷേപ്പ് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സോളിഡ്സ്. When you consider the case of sodium chloride, you can see that sodium chloride has a definite shape, definite mass and definite volume. At the same time, when you consider the case of what? When you consider the case of oxygen, we know that it has definite mass but definite shape illa, definite volume illa. Similarly, when you consider a liquid, you can see that liquid has definite volume ഉണ്ട്, definite mass ഉണ്ട്, but it does not possess definite shape. അതായത് നമ്മൾ ഒരു സോളിഡ്, we can differentiate solid from liquids and gases by using these 3 different parameters. First one is mass, volume, mass. Second one is volume, and third one is shape. When we consider the case of solids, you can see that shape is the most specific one. When we consider the case of intramolecular distance, we know that the intramolecular distance is very short in this case. That means very short intramolecular distance is present in the case of solids. And at the same time, you can see that the intramolecular force, just look into the third one, you can see that the intramolecular force are very strong. Then the fourth one, their constituent particles, atoms, molecules or ions have fixed positions and can only oscillate about their mean positions.
അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സാധനങ്ങൾക്ക്, അതായത് ഈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിന്, ആറ്റംസിൻ്റെ, മോളിക്യൂൾസിൻ്റെ, അയൺസിൻ്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് പാർട്ടിക്കിൾസ് എന്താണ്, ഫിക്സഡ് പൊസിഷൻസ് ആണുള്ളത്. ഫിക്സഡ് പൊസിഷൻസ് ആണ്. അവ ഓസിലേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മീൻ പൊസിഷനിൽ ഓസിലേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. അതായത് ഇൻകംപ്രസിബിലിറ്റി, അത് നമുക്ക് ഞെക്കി പിച്ചി ഒരു സ്പെസിഫിക് ആയിട്ടുള്ള വോളിയം റെഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലാത്ത ഒരു കേസാണ് അത്. അതായത് ഇൻകംപ്രസിബിലിറ്റി അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ ഇൻകംപ്രസിബിലിറ്റി അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് ദേ ആർ വെരി റിജിഡ് ഇൻ നേച്ചർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. We can classify solids into two categories. First one is crystalline solids and second one is amorphous solids. When we consider the case of crystalline solids, you can see that crystalline solids, what is the difference between these two, crystalline solids and amorphous solids? We can differentiate these by means of what? These by means of their shape, melting point, cleavage property, heat of fusion, anisotropy nature, order of arrangement of their particles. When you look into the first case, you can see that on the basis of shape, when we consider a crystalline solid, we can see that a definite characteristic geometric shape is there. But in the case of amorphous solids, irregular shape is there. But when we look into the case of melting point, we can see that melt at a sharp and characteristic temperature. Melting point, they melt at a sharp and characteristic temperature. But in the case of amorphous solids, gradually soften over a range of temperature. അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ക്രിസ്റ്റലൈൻ സോളിഡ്സിന് അവയ്ക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ജിയോമെട്രിക് ഷേപ്പ് ഉണ്ടാകും. പക്ഷേ നമ്മൾ അമോർഫസ് സോളിഡ്സിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അമോർഫസ് സോളിഡ്സിന് ഉദാഹരണം നമ്മൾ ചോക്ക് എടുക്കുക. ചോക്കിനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ചോക്കിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ഡെഫിനറ്റ് ഷേപ്പ് ഒന്നുമില്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ചോക്കിന് ഒരു ഡെഫിനറ്റ് ഷേപ്പ് ഇല്ല. അങ്ങനെ ഡെഫിനറ്റ് ഷേപ്പ് ഇല്ലാത്ത ഒരു കേസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ ചോക്കിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പ് ഇല്ലാത്തത് കാരണം എന്ത് സംഭവിക്കും, നമുക്കതിനെ അമോർഫസ് കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്തുക. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ്. നമുക്കറിയാം മെൽറ്റിംഗ് പോയിന്റ് എന്താണ്, നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ലിക്വിഡ് ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ഒക്കെ മെൽറ്റിംഗ് പോയിന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെയും അമോർഫസ് സോളിഡ്സിൻ്റെയും ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിനും മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് എന്ത്, ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് അവയുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടറിസ്റ്റിക് ടെമ്പറേച്ചറിലായിരിക്കും അത് മെൽറ്റ് ചെയ്യുക. But at the same time, when we consider the case of amorphous solids, ഈ amorphous solids മെൽറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, amorphous solids മെൽറ്റ് ചെയ്യുന്നത് ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും. അതായത് ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിലല്ല, ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. ഇപ്പോൾ 100 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 150 മുതൽ 180 വരെ ഡിഗ്രി സെൽഷ്യസ്, അല്ലെങ്കിൽ 200 മുതൽ 250 വരെ ഡിഗ്രി സെൽഷ്യസ്, അങ്ങനെ വി ക്യാൻ സ്പെസിഫൈ ഒരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലായിരിക്കും ഈ ഒരു സാധനം എന്ത് ചെയ്യുക, ഈ ഒരു സാധനം മെൽറ്റ് ചെയ്യുക. ഇനി നമ്മൾ അടുത്തത് ക്ലീവേജ് പ്രോപ്പർട്ടിയാണ് നോക്കുക. ക്ലീവേജ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്ലീവേജ് പ്രോപ്പർട്ടി വെൻ കട്ട് വിത്ത് എ ഷാർപ്പ് എഡ്ജ്ഡ് ടൂൾ, അതായത് ഒരു കത്തി വെച്ച് നമ്മൾ മുറിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്കത് സ്പ്ലിറ്റ് ഇൻറ്റു 2 പീസസ് ആയിരിക്കും. അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പുതിയതായിട്ട് കിട്ടുന്ന സർഫസുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു ഷാർപ്പ് എഡ്ജായിട്ടുള്ള സാധനം വെച്ചൊരു ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കേസിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്, ക്ലീവേജ് പ്രോപ്പർട്ടി. നമ്മൾ ഒരു ഷാർപ്പ് എഡ്ജൊരു ടൂൾ വെച്ചിട്ട് നമ്മളിതിനെ മുറിക്കുകയാണെന്ന് കരുതുക. ഷാർപ്പ് എഡ്ജൊരു ടൂൾ വെച്ചിട്ട് മുറിച്ച് കഴിയുമ്പോൾ എന്ത് കിട്ടും, നമുക്കവിടെ 2 പീസുകൾ കിട്ടും. ഈ 2 പീസുകളുടെ പ്രത്യേകത എന്തായിരിക്കും, 2 പീസുകളുടെ പ്രത്യേകത ജനറേറ്റഡ് സർഫസ് ആർ പ്ലെയിൻ ആൻഡ് സ്മൂത്ത്. ദെൻ നമുക്ക് ഹീറ്റ് ഓഫ് ഫ്യൂഷനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ദേ ഹാവ് ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡെഫിനിറ്റ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ കാണാം. നമ്മൾ ക്ലീവേജ് പ്രോപ്പർട്ടി, നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ക്ലീവേജ് പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു അമോർഫസ് സോളിഡിനെ ഒരു കത്തി വെച്ച് മുറിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, 2 പീസസ് വിത്ത് ഇറഗുലർ സർഫസ്. ദ ടേം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 പീസസ് വിത്ത് ഇറഗുലർ സർഫസ് നമുക്ക് കിട്ടും. ഇറഗുലർ സർഫസ്, ആ പോയിന്റർ വെച്ചിരിക്കുന്ന ആ ഭാഗം ഒന്ന് നോക്കുക, ഇറഗുലർ സർഫസ് ഉള്ള
എന്നുള്ള സംഭവം കിട്ടും. ഇനി നമ്മൾ ഹീറ്റ് ഓഫ് ഫ്യൂഷനെ നോക്കുക. ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എന്താണ്, അവയ്ക്ക് കൃത്യമായി ഡെഫിനിറ്റ് ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകും. ആർക്കാണ്? ക്രിസ്റ്റലൈൻ സോളിഡ്സിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള അതായത് കൃത്യമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടാകും. നേരെ മറിച്ച് അമോർഫസ് സോളിഡ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവയ്ക്ക് എന്താണ്, അവയ്ക്ക് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അടുത്തത് അനിസോട്രോപ്പിയാണ്. അനിസോട്രോപ്പി എന്ന് പറഞ്ഞ സാധനത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അനിസോട്രോപ്പിക് നേച്ചറാണ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള സംഭവങ്ങൾ. അവയെ ട്രൂ സോളിഡ്സ് ആയിട്ടാണ് കണക്കാക്കുക. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് ആണ്. അവ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇവയുടേത് ലോങ് റേഞ്ച് ഓർഡറാണ്. അതായത് ക്രിസ്റ്റലൈൻ സബ് സോളിഡ്സിൻ്റെത് ലോങ് റേഞ്ച് ഓർഡറാണ്. അറ്റ് ദ സെയിം ടൈം അമോർഫസ് സബ്സ്റ്റൻസിൻ്റെത് ഷോർട്ട് റേഞ്ച് ഓർഡറാണ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ഇനി നമുക്ക് സോളിഡ്സിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെക്ഷനിൽ പറയാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെക്ഷനിൽ ഞാൻ പറയാം. പക്ഷേ എങ്കിലും ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷൻ. When you look into the case of, you can see that we can classify solids into two categories. First one is molecular solids and second one is ionic solids. We can classify again molecular solids into two. First one is non-polar solids, second one is polar solids, and third one is hydrogen bonded solids. When you look into this case, you can see that the main constituent particles in this case are simply molecules. ഇതിനകത്ത് മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആരായിരിക്കും? മോളിക്യൂൾസ് ആയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? മോളിക്യൂൾസ് ആയിരിക്കും. അതായത് നമ്മൾക്ക് ഈ ഒരു സംഭവത്തിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് ഈ ഒരു സംഭവത്തിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം? ഏതൊക്കെയാണ് ഈ ഒരു സംഭവത്തിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം? എങ്ങനെയൊക്കെയാണ്? നോൺ പോളാർ, പോളാർ, ഹൈഡ്രജൻ ബോണ്ടഡ്, ഇങ്ങനെ മൂന്നായിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. ഇനി അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെക്ഷനിൽ ഞാൻ പറയാം. ഇനി അടുത്തത് അയോണിക് സോളിഡ്സ് ഉണ്ട്. അയോണിക് സോളിഡ്സിൽ നമുക്കറിയാം അയോൺസ് ഉണ്ട്. അതേപോലെ തന്നെ മെറ്റാലിക് സോളിഡ്സ് ഈസ് ദെയർ, കോവാലന്റ് നെറ്റ്വർക്ക് സോളിഡ്സ് ഈസ് ദെയർ. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. താങ്ക് യു.